ഇതിന്റെ ഷോപ്പിംഗ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഷായിന്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. കുറെ അധികം സാധനങ്ങൾ ഇന്ന് വാങ്ങാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ വീട്ടില് ഇന്ന് ചെറിയൊരു നോമ്പ് തുറയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതിനും ടൈമിൽ നമുക്ക് എത്തണം. അപ്പൊ ഞാനും ഷായും കൂടെ ഷായിന്റെ ഉമ്മാക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഓരോ സാരീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷായിന്റെ ഉമ്മ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. പ്യുർ കോട്ടൺ സാരീസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ എഗെയിൻ ഫാമിലി തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ കയറി ഇറങ്ങി നടക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ പർച്ചേസിങ് കഴിയണ്ടേ. എല്ലാം കൂടെ ഒരു ദിവസം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല കേട്ടോ. അത്ര നേരം നിന്ന് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചു പോകും. അപ്പൊ കുറച്ച് ഇങ്ങനെ പല തവണയായിട്ട് വാങ്ങുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തത് ഈ രണ്ട് സാരീസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ബ്രൗൺ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷായിന്റെ ഉമ്മക്ക് ഒന്നും കൂടെ ലൈറ്റർ ഷെയ്ഡ് ആണല്ലോ വേണ്ടത്. പിന്നെ ഈ ഗ്രേ ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. പിന്നെ ഷായിന്റെ ഉമ്മക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടോ അതുപോലെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടൊക്കെ നോക്കുമ്പോൾ ആ സാരി തന്നെയാണ് കൂടുതൽ ഇഷ്ടമായത്. അതിനാകുമ്പോൾ പിന്നെ ചെറിയ ഡിസൈൻസും ചെറിയ ബോർഡറും ആണ്. അപ്പൊ ഏതായാലും ആ ഒരു സാരി നമ്മൾ ഫൈനലൈസ് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്കുള്ള ഒരു ഹിജാബും കൂടി നോക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഹിജാബും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രയൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളുടെ ഒരു ക്യൂട്ട് സബ്സ്ക്രൈബർ വന്നു. ഒരുപാട് പേര് ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് നമ്മളുടെ ഒരു സംസാരിച്ചു പോയി. പിന്നെ ആളൊരു ഫോട്ടോ എടുക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ വീഡിയോ കൂടി എടുത്തു. ആൾക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു കേട്ടോ. വേറെ നമ്മളുടെ 4-5 സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ അടുത്തൊന്നും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയി. പക്ഷെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവിടെ ഭയങ്കര റഷ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ താഴെ ബില്ലിങ്ങിനായിട്ട് പോയപ്പോൾ അവിടെ ഓഫറിൽ ബെഡ്ഷീറ്റ്സും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതും കൂടി നോക്കിയപ്പോൾ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമായിട്ടോ. അപ്പൊ 2 ബെഡ്ഷീറ്റും വാങ്ങിച്ചു. അടുത്ത നമ്മൾ പോകുന്നത് എന്റെ ഒരു ബ്രൈഡിന് കുറച്ച് റെന്റൽ ഓർണമെന്റ്സ് അറേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അതിനായിട്ടാണ്. അപ്പൊ ആ ഒരു ഷോപ്പിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ക്യൂട്ട് സ്പാരോ എന്റെ കണ്ണിൽ പെട്ടു. ഈ പെറ്റ് ഷോപ്പ് ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നതൊന്നല്ല കേട്ടോ. എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഈ ജാവ സ്പാരോസിനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് എന്റെ കണ്ണിൽ ഉടക്കിയത് കേട്ടോ. ഞാൻ ഉടനെ തന്നെ നേരെ അങ്ങോട്ട് കയറി. അതിനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വാങ്ങാതെ പോരാൻ തോന്നുന്നില്ല കേട്ടോ. ലവ് ബേർഡ്സും പിന്നെ ഒരു ചെറിയ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു കുഞ്ഞി എന്താണ് പ്രാവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തിനെങ്കിലും ഒന്ന് എനിക്ക് വാങ്ങണം കേട്ടോ. എനിക്ക് കൂടുതൽ വാങ്ങാൻ തോന്നിയിരുന്നത് ആ ഒരു ജാവേനാണ്. ഇങ്ങനെ കണ്ടാൽ തന്നെ എന്തൊരു ക്യൂട്ടാന്നറിയോ. എനിക്ക് അതിലൊന്നിനെ അപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് പോകാനായിരുന്നു കേട്ടോ ആഗ്രഹം. ബട്ട് ഷായി പറഞ്ഞു നമുക്ക് ഇതിന്റെ ലൈഫ് സ്റ്റൈൽ ഒന്നും അറിയില്ലല്ലോ. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് അറിയില്ല. അതിന് കൂട് സെറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടോ. ബേർഡ്സിനെ വളർത്തി ശീലമുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കണ്ടേ, എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോയെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓർണമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ കേട്ടോ. ഇത് നല്ല എടുത്തത്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഞാൻ ആ കുട്ടിക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ കുറെ നല്ല റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു റിങ് വാങ്ങി. ആ ഒരു മിഡിൽ ഫിംഗറിലിട്ട റിങ് ആണ് കേട്ടോ പുതിയത് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഈ ഒരു റിങ് ഉമ്മച്ചിക്കും വാങ്ങിച്ചു. ഇത് നല്ലൊരു വെറൈറ്റി റിങ് കേട്ടോ. ഇങ്ങനെ മുകളിൽ ഈ ഒരു റെക്ടാംഗുലർ ഷേപ്പിലാണ് വരുന്നത്. രണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ആ റെഡ് ആണെങ്കിൽ എന്റെ കയ്യിലേക്ക് ഇട്ടിട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് പട്ടി ഷോ ഒക്കെ കാഴ്ചവെച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മറ്റൊരു സാധനം കൂടെ വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ആക്ച്വലി ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തതായിരുന്നില്ല. അത് ഷായിന്റെ ഷൂ ആണ് കേട്ടോ. അപ്പൊ നമ്മള് മലപ്പുറം റോഡിന് വരാണ് മഞ്ചേരിന്ന്. അപ്പോഴുള്ളൊരു ഷോപ്പാണ്. രാസാസിയാണോ രസസിയാണോ രാശാശിയാണോ എന്താ ഇത് വായിക്കാന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഇവിടെ ആണെങ്കിലും ഒരുപാട് നല്ല ഷൂ ആൻഡ് ബാക്കി ചെരുപ്പ് കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കയറി ഷായിനൊരു ഷൂ നോക്കി. അവിടുന്ന് ഒരു ഷൂ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഈ ഒരു ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. ഷായിനൊരു ഷൂ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഷായിൻ അല്ലാത്തൊരു സാൻഡൽസും അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടമായി. അത് വേണോ ഷൂ വേണോ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഷൂ വാങ്ങിച്ചിട്ട് പോന്നു. പക്ഷെ പിറ്റേന്ന് അതായത് നാളെ നമ്മൾ തിരിച്ച് ഷായിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ സാൻഡൽസും വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ 2 അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പൊ വീട്ടിലെത്തി ആന്റിയും കുട്ടികളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ലല്ലു ലച്ചു എല്ലാവരും ഉണ്ട്. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി. നമ്മൾ ആ ഒരു അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവിടെ കുറച്ച് റഷ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോഴൊന്ന് ഫ്രീ ആയത്. അപ്പൊ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മള് പപ്പന്റെ അനിയത്തിന്റെ ഫാമിലി, അനിയന്റെ ഫാമിലി, ഉമ്മമ്മ, നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്ത് അപ്ലോഡ് ചെയ്യണമെന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.